പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താഴെ ചെന്ന് അവർ കസേര കളിയൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ കളിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഔട്ടാവുന്നത് നവിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് നന്ദു അനി മാത്രം ആവുന്നുണ്ട്. ആ സമയത്ത് നന്ദു ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അനി ഇങ്ങനെ വിട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു തന്നെയാണ് ജയിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് ഞാനിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അനി ഇങ്ങനെ നന്ദുവിന് വിട്ടു കൊടുത്താണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ആദർശ് പറയും, ഇനി നമുക്ക് പഞ്ചഗുസ്തി കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആണുങ്ങൾ തമ്മിലും കളിക്കാം, നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലും കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ജാനകി വന്നിട്ട് അവിടെ വന്ന് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജാനകിക്ക് ഇതൊന്നും കാണുന്നത് അത്ര വലിയ ഇഷ്ടമാവൊന്നും ചെയ്യുന്നില്ല. പിന്നീട് അവരിങ്ങനെ പഞ്ചഗുസ്തി കളിക്കുകയാണ്. അപ്പോൾ ആദ്യം അനി ആദർശം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദർശിനെയാണ് കേട്ടോ ജയിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് പെണ്ണുങ്ങളും അങ്ങനെ കളിക്കുന്ന സമയത്ത് നന്ദുവാണ് അതിൽ ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ആരാണോ ജയിക്കുന്നത് അവർ തമ്മിലായിരിക്കും പിന്നെ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആദർശം നന്ദു ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളോട് ഇങ്ങനെ പഞ്ചഗുസ്തി എന്തായാലും ഇങ്ങനെ പിടിക്കാറില്ല, എന്തായാലും നമുക്കൊന്ന് നോക്കാം, നീ വലിയ കരാട്ടക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നയന് പറയും, മതി മതി, രണ്ടുപേരും ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് അവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ജാനകി ആകെ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അവിടുന്ന് അങ്ങ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നയന അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നയനയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും ആദർശേട്ടനോട് പിടിച്ചു നിന്ന നന്ദു തന്നെയാണ് ഇതിൽ വിജയി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അനി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അത് ദേഷ്യത്തോടെ അങ്ങ് തിരിഞ്ഞ് മുഖമൊക്കെ തിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നയന ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും നന്ദുവിനെ ഇങ്ങനെ സ്നേഹത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. മോളെ വന്നേന്ന് പറഞ്ഞിട്ട്, ഞാൻ എല്ലാവർക്കും കുടിക്കാൻ ലൈം ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് നന്ദുവിനെ. പിന്നീട് നന്ദു റൂമിൽ വന്നിട്ട് ഇങ്ങനെ കുളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജാനകി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വിയർത്ത് കാണുമല്ലേ, അപ്പോൾ കുളിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതേന്ന് പറയട്ടോ. പിന്നീട് ജാനകി കാര്യം പറയുന്നുണ്ടായിരുന്നു, എന്ന് നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വീട്ടിൽ അച്ഛനും ഒറ്റയ്ക്ക് ആവില്ലേ, നന്ദു വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു പറയും ചേച്ചിമാർ വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കടയിലെ പയ്യനുണ്ടാവും, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ നോക്കുന്ന പോലെ അവരാരും നോക്കില്ലല്ലോ, നന്ദു വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. പിന്നെ നന്ദു അവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അനിയുടെ കല്യാണം കഴിഞ്ഞതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നന്ദു ഇങ്ങനെ വിവാഹപ്രായം എത്തിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാം നന്ദുവിൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുത്തശ്ശനോടും മുത്തശ്ശീനോടൊക്കെ പറയാതെ പോകുന്ന തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയണ്ടെന്നാണ് കേട്ടോ ജാനകി പറയുന്നത്. പിന്നീട് നന്ദു അങ്ങ് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എവിടെ പോവാന്ന്. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയട്ടോ. അതെന്താ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിൽ പോയേ പറ്റുള്ളൂ, അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നാമം തന്നെ അത് ചേച്ചിക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ പറ്റിയത്, ഇവിടെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ. അപ്പോൾ എന്തായാലും മുത്തശ്ശിനോടൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ എന്നെ വിടില്ല, അപ്പോൾ പിന്നെ എനിക്ക് അവരെ ധിക്കരിച്ച് പോവേണ്ടി വരും, അതിനേക്കാളും നല്ലത് ഞാൻ ഇപ്പം തന്നെ പോവാണെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അവളുടെ മനസ്സിന് എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്, അതെന്തായാലും കണ്ടുപിടിച്ച് പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നയന പറയും, അനി ഇവിടെ ഉള്ളത് അവൾക്ക് വല്ലാതെ വീർപ്പുമുട്ടൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അനി ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ അവൾക്ക് വീർപ്പുമുട്ടലെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. നയന അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അല്ല, അനിയും നന്ദും ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, അവരിടയ്ക്ക് ഇങ്ങനെ വഴക്കിടാറുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പിണങ്ങി പോവാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയും, അതിനിങ്ങനെ വഴക്കിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊന്നും അവൾ അങ്ങനെ അത്ര കാര്യമായിട്ട് എടുക്കാത്തതാണല്ലോ എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും അവളുടെ പ്രശ്നം ഇങ്ങനെ കണ്ടറിഞ്ഞ് നീ പരിഹരിക്കണം, അവളുടെ മനസ്സ് നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെന്തായാലും പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ. അപ്പം നയനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അനാമികേനെ ജാനകി വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക മോള് പറഞ്ഞത് ഇങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും മോള്
ആ കാര്യം പറഞ്ഞ ശേഷം എനിക്ക് ഇങ്ങനെ നന്ദുവിനോടും അവളുടെ ചേച്ചിമാരോടൊക്കെ ഇങ്ങനെ ദേഷ്യമായി അത് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവൾ ഇവിടുന്ന് ആരോടും പറയാതെ ഇറങ്ങി പോയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി എന്നാണ് കേട്ടോ അനാമിക പറയുന്നത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോള് കുറച്ച് നേരത്തെ തന്നെ എന്നോട് പറയണ്ടേന്ന് ചോദിക്കും കേട്ടോ ജാനകി. അപ്പോൾ എനിക്കിങ്ങനെ ആരെയും തമ്മിൽ വഴക്കടുപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല അമ്മേ, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. ഭയങ്കര ഇതിൽ എന്തായാലും അനാമികയ്ക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോള് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട, ഇതെല്ലാം അമ്മ നോക്കിക്കോളാന്ന് പറയും കേട്ടോ. എന്നാൽ ശരി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോളങ്ങ് കട്ട് ചെയ്യാണ്. അതിനുശേഷം അനാമിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയ്ക്ക് സംഭവിച്ചില്ലേ, ഇനി അവളെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ വിളിക്കാൻ കേട്ടോ. നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് നന്ദു കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അനാമികയ്ക്കാണെങ്കിൽ നന്ദുവിനെ കാണാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നന്ദു ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, അത് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യം തന്നെയാണെന്ന് പറയും. പിന്നീട് നിവൃത്തിയില്ലാതെ എന്തായാലും അനാമിക എന്നോട് കാണാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നീയും ഫ്രണ്ട്സൊക്കെ നിൽക്കാറുള്ള ഒരു ക്ഷേത്രമല്ലേ, അവിടെ നിന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ നന്ദു പോയത് അറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു എന്താ ആരോടും പറയാതെ പോയതെന്ന് ചോദിക്കും കേട്ടോ. അല്ല അവിടെ അച്ഛനും ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവള് പോയതെന്ന് പറയും കേട്ടോ. അപ്പൊ എന്തായാലും നീ വെറുതെ കള്ളം പറയണ്ടെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവള് പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയും. പിന്നീട് ജലജയാണെങ്കിലും ഓരോന്നിങ്ങനെ കുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും പറയും അവളിങ്ങനെ ആരോടും പറയാതെ പോയത് ശരിയായില്ല, അവൾക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് പോവായിരുന്നു എന്ന് പറയും കേട്ടോ. ആ സമയത്ത് നയനയാണെങ്കിലും പറയും ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയതെന്ന് പറയും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്നേ അവൾ വരുള്ളൂ, ഞാൻ ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടല്ലോ തലേ ദിവസം തന്നെ വരണമെന്ന്, അപ്പോൾ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ നയന പറയും ആ വരുമായിരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഗോവിന്ദനെ അറിയാം, നമ്മളുടെ കൂടെ എത്ര ചമഞ്ഞിരുന്നാലും അവർക്ക് അവരുടെ വില അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ കുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവയാനി അങ്ങനെ കുത്തി പറയുന്നുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാനുള്ളതൊന്നുമില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ. പിന്നീട് ജലജനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ 2 മരുമക്കളുടെ അച്ഛനും അമ്മയാണ് ഗോവിന്ദനും കനകയും, അതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഉള്ള പോലെ തന്നെ പരിഗണന അവർക്ക് ഇവിടെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ വീണ്ടും ഗോവിന്ദനെയും കനകേനൊക്കെ ഇങ്ങനെ കുത്തി ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട, ഇവിടുത്തെ 2 മരുമക്കളായിട്ട് വന്നതാണ് നവീൻ നയനും, നീ ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും കാരണം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകാനുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവിടെ എല്ലാവരുടെ മനസ്സിലും ഞാനൊരു പുറമ്പോക്ക് തന്നെയാണെന്ന് ഇങ്ങനെ ഓർക്കുകയും ചെയ്തിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെ. പിന്നീട് നന്ദു ആണെങ്കിൽ അനാമിക കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികനെ എത്രയായിട്ടും കാണാത്തതുകൊണ്ട് തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോള് വിളിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ. അനാമിക കോളൊന്നും എടുക്കുന്നില്ല. എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് അവൾ അവിടെ പോയി കിടക്കുക എന്നൊക്കെ ഓർത്തുകൊണ്ട് നന്ദു പിന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയന ഇങ്ങനെ എന്തോ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് അനി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഏട്ടത്തി നന്ദു തിരിച്ചു പോയതെന്ന് ചോദിക്കട്ടോ. അതാ എനിക്കും അറിയാത്തത്, അവള് ഇങ്ങനെ വീട്ടിലെ അച്ഛനൊറ്റയ്ക്കില്ലേ എന്ന് പറഞ്ഞ് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണ് ജാനകി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയും അതിനിങ്ങനെ ചോദിക്കുകയായിരുന്നു നന്ദു എന്താ എത്ര പെട്ടെന്ന് തിരിച്ചു പോയതെന്ന് ഇങ്ങനെ അത് ചോദിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ജാനകി ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിൽ തന്നെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പം നന്ദുവിൻ്റെ കാര്യമല്ല ചോദിക്കേണ്ടത്, നീ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ല അനാമിക, നീ അവളെ വിളിക്കാറുണ്ടോ, അവളുടെ അടുത്തേക്ക് പോകാറുണ്ടോ, അതൊക്കെയാണ് നീ ഇങ്ങനെ ചിന്തിക്കേണ്ടത്, എന്താ നന്ദു പോയാലും നിനക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നയന പറയും ഞാനും ഇടയ്ക്ക് അവനോട് പറയാറുണ്ട് ഇങ്ങനെ അനാമികനെ കാണണം വിളിക്കണം എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇപ്പം എനിക്ക് നന്നായിട്ട് ഇങ്ങനെ അറിയാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനാമിക ഒരു പാവമാണ്, ഇനിയിപ്പോൾ അത്രയും നല്ല ബന്ധം നിനക്ക് ഒരിക്കലും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അനി പറയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അതെന്തുകൊണ്ടാണ് തോന്നാത്തതെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള ഇത് ഓർത്തിട്ട് അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സംശയമാണ്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു
എന്നോട് ഏട്ടത്തി അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ ഞാനും നന്ദു തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് പറയുന്നത്, അനി എന്തായി പറയുന്നത്, അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇളയമ്മ ഇപ്പോൾ സംസാരിച്ച് പോയത് കേട്ടിട്ട് ഇളയമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതുകൊണ്ട് ഇനി നന്ദുവിനോട് ഇങ്ങനെ അടുപ്പൊന്നും കാണിക്കണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആയിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മരുമക്കളാണ്. ഇനി അതിൻ്റെ കൂടെ അവളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തായാലും പറ്റില്ല. അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണെന്നൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണോ നന്ദുവിൻ്റെ മനസ്സ് പറഞ്ഞ് ഏട്ടത്തി മാറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, അതിന് അനി വിചാരിക്കുന്ന പോലത്തെ ഒരു ഇത് ഇങ്ങനെ അവളുടെ മനസ്സിലില്ലായിരുന്നല്ലോ എന്ന് പെട്ടെന്ന് അങ്ങ് പറയാണ് കേട്ടോ. എനിക്ക് അതൊക്കെ കേട്ടിട്ട് വീണ്ടും ഒരു സംശയമാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് അവിടെ തെറ്റുകാരൻ, ഞാനാണ് അവളുടെ അങ്ങനെ സുഹൃത്ത് ബന്ധത്തിന് അങ്ങനെ തെറ്റായ കളർ നൽകിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അനി അങ്ങ് ഏറ്റി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനി മനസ്സ് തുറന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഏട്ടത്തിനെ ആദർശേട്ടനെ ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞാലൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എന്തായാലും നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ നവ്യേനെ ഇങ്ങനെ മാറ്റി നിർത്തിയതും അപ്പോഴും നന്ദും അതുപോലെ തന്നെ നയനയും ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ. അപ്പോൾ നന്ദും കൂടെ അവിടേക്ക് വന്നാൽ എല്ലാവരും നല്ല സന്തോഷത്തിൽ പോകുമെന്നാണ് അതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നനി ഭയങ്കര സങ്കടത്തിൽ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നനിക്കാണെങ്കിലും അങ്ങനെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.